ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറൈറ്റി പുട്ടിൻ്റെ റെസിപ്പിയാണ്. പാൽപുട്ടിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതേസമയം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ടിൻ്റെ റെസിപ്പിയാണിത്. ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള, അതേസമയം നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ പാൽപുട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതാ നമ്മുടെ പാൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് നമുക്കൊരു 2 കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഞാനിത് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ച പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത്. ഇതൊരു 4 പേർക്കൊക്കെ കഴിക്കാനുള്ള പുട്ടുണ്ടാകും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പുട്ടുപൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പും അരിപ്പൊടിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ. ഇപ്പം അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ പുട്ട് ഒന്ന് നനച്ചെടുക്കണം. നമ്മൾ സാധാരണ പച്ചവെള്ളം അതല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടല്ലേ പുട്ടുപൊടി നനയ്ക്കണത്. അതിന് പകരം നമ്മളിവിടെ തേങ്ങാപ്പാലാണ് യൂസ് ചെയ്തേക്കണത്. ഇത് അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. എന്ന് വെച്ചാൽ ഒത്തിരി കട്ടിയില്ല, അതേപോലെ തന്നെ ഒത്തിരി ലൂസും അല്ല. ഒരു മീഡിയം തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് എടുത്തേക്കണത്. ഞാനിവിടെ ഒരു 2 കപ്പോളം തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവ് വ്യത്യാസം വരും നമ്മുടെ ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്ന പുട്ടുപൊടിക്ക് അനുസരിച്ച്. ചില പുട്ടുപൊടിക്ക് 2 കപ്പ് വേണ്ടി വരും, ചില പുട്ടുപൊടിക്ക് 1.25 മതിയാകും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ നമ്മുടെ പുട്ടുപൊടിയിലേക്ക് ചേർത്തിട്ട് നമ്മുടെ പുട്ടുപൊടി റെഡിയാക്കി എടുക്കാം. നമുക്ക് തേങ്ങാപ്പാൽ കുറേശ്ശെയായിട്ട് നമ്മുടെ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പുട്ടുപൊടി നനച്ച് വെച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ടുപൊടി തേങ്ങാപ്പാലൊക്കെ അബ്സോർബ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇപ്പോഴേ ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പോഴേ ഡ്രൈ ആയിട്ടിരുന്നാൽ 20 മിനിറ്റ് കഴിയുമ്പോൾ കൂടുതൽ കട്ടിയായിട്ടിരിക്കും നമ്മുടെ പുട്ടുപൊടി. അത് കാരണം നമ്മുടെ പുട്ടുമാവ് കുറച്ചൊന്ന് ലൂസായിട്ട് വേണം നമുക്ക് നനച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പുട്ടുപൊടി വറുത്തിട്ടല്ലേ വരുന്നത്, അപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് ഇപ്പം നമ്മുടെ പുട്ടുപൊടി ഇരിക്കുന്നത്. അത് കാരണം ഇത് കുറച്ചധികം വെള്ളം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ അബ്സോർബ് ചെയ്യും. അപ്പം അതിനനുസരിച്ച് നമ്മൾ ഇപ്പോഴേ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം അതാ നോക്കിയേ, നമ്മുടെ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. അത്യാവശ്യം നല്ല കുഴഞ്ഞ പോലെയാണ് ഇരിക്കുന്നത്. ഞാനിവിടെ ഒരു 1.25 കപ്പോളം തേങ്ങാപ്പാൽ ഇപ്പം ചേർത്തിട്ടുണ്ട്. ഇപ്പം അതാ ഇങ്ങനെ ഇരിക്കണമെങ്കിലും നമ്മൾ ടെൻഷൻ ഒന്നും അടിക്കേണ്ട. ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ തേങ്ങാപ്പാലൊക്കെ പുട്ടുപൊടി അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ പുട്ടുമാവ് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലിരിക്കും. ഇങ്ങനെ ഇരുന്നാൽ തന്നെയാണ് നന്നായിട്ട് പൊടിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ ഇപ്പോഴേ ഡ്രൈ ആയിട്ടിരുന്നാൽ 20 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് പോവും. അപ്പോൾ നമ്മുടെ പുട്ട് സോഫ്റ്റ് ആയിട്ട് വരത്തില്ല. ഇനി നമുക്കൊരു 20 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആ സമയത്ത് നോക്കുമ്പോൾ നമ്മുടെ മാവ് കൂടുതൽ ഡ്രൈ ആയിട്ടാണ് ഇരിക്കണമെങ്കിൽ അന്നേരം നമുക്ക് കുറച്ചുകൂടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പം ഇത് കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിനി അത് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പം ദാ ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കപ്പളവിനാണെങ്കിൽ ഒരു 3/4 കപ്പോളം ഉണ്ടാകും. ചെറുതായിട്ടാണ് ഗ്രേറ്റ് ചെയ്തേക്കണത്. ഇപ്പം ദാ നമ്മുടെ പാത്രം ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായിട്ട് വന്നോട്ടെ. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കണം നമ്മുടെ ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങ് ഫ്രൈ ആക്കരുത്. നമ്മുടെ ക്യാരറ്റിൽ ചെറുതായിട്ടൊരു വെള്ളമയം ഉണ്ടല്ലോ, അത് മാത്രം പോയാൽ മതി. അല്ലാതെ കൂടുതലായിട്ട് ഫ്രൈ ആക്കണ്ട. ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റോ ചെറിയ തീയിലൊന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇപ്പം ഇതാ ഒരു 2-3 മിനിറ്റ് നമ്മൾ നമ്മുടെ ക്യാരറ്റ് വഴറ്റി കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ്. തേങ്ങയും അതേപോലെ തന്നെ ക്യാരറ്റും നന്നായിട്ടൊന്ന് യോജിച്ച് വന്നോട്ടെ. അപ്പം നിങ്ങൾക്ക് തേങ്ങ ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അത് ചേർക്കണ്ട. നമ്മുടെ ക്യാരറ്റ് മാത്രം വഴറ്റിയെടുത്താലും മതി.
ഇപ്പം ദാ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. തേങ്ങ ചേർത്തിട്ട് ഒത്തിരി അങ്ങ് വഴറ്റണ്ട. തേങ്ങയുടെ ഈർപ്പം ജസ്റ്റ് ഒന്ന് മാറിയാൽ മാത്രം മതി. ഇനി നമുക്ക് ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ചൂടാറിയിട്ട് വേണം നമുക്കിത് നമ്മുടെ പുട്ടുപൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം അതാ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പാത്രം തുറന്ന് നോക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മുടെ പുട്ടുപൊടി ഇപ്പം നല്ല പൊടിയായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഉടച്ചിട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ മാവ് കൂടുതൽ ഡ്രൈ ആയിട്ടാണ് ഇരിക്കണമെങ്കിൽ കുറച്ചുകൂടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് എടുക്കാൻ മറക്കരുത്. മാവ് സോഫ്റ്റ് ആയിരുന്നാൽ തന്നെയാണ് നമ്മുടെ പുട്ടും അതിനനുസരിച്ച് സോഫ്റ്റ് ആയിട്ട് വരണത്. നമ്മൾ പുട്ടുപൊടി നനച്ചത് കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് മാവ് എടുത്തൊന്ന് ഉരുട്ടി നോക്കുക. അപ്പം ഉരുട്ടാൻ പറ്റണം. അതേപോലെ തന്നെ നമ്മൾ പൊടിച്ചിടുമ്പം നല്ല സ്മൂത്ത് ആയിട്ട് പൊടിഞ്ഞു വരണം. അതാണ് നമ്മുടെ പുട്ടുമാവിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇപ്പം ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇനി കൂടുതലായിട്ട് തേങ്ങാപ്പാലൊന്നും ചേർക്കണില്ല. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചില്ലേ ക്യാരറ്റും അതേപോലെ തന്നെ തേങ്ങയും, അതിൻ്റെ ചൂട് നന്നായിട്ട് ആറിയിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ പുട്ടുപൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ പുട്ടുപൊടിയും അതേപോലെ തന്നെ ക്യാരറ്റും നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. വേണമെങ്കിൽ കൈവച്ചും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം അതാ നമ്മുടെ പുട്ടുപൊടിയും അതേപോലെ തന്നെ ക്യാരറ്റും നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പുട്ടുകുറ്റിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പുട്ടുകുറ്റിയിൽ ആദ്യം ഞാൻ കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി അടുത്ത ലെയറായിട്ട് നമ്മുടെ പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ചെറിയ പീസായിട്ടാണ് നമ്മുടെ പുട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ലെയറായിട്ട് തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ പീസായിട്ട് നമ്മുടെ പുട്ട് കിട്ടും. അപ്പം നിങ്ങൾക്ക് ഒറ്റ കുറ്റി പുട്ടായിട്ടാണ് വേണമെങ്കിൽ അടിഭാഗത്തും അതേപോലെ തന്നെ മുകൾ ഭാഗത്തും തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. ഇടയ്ക്ക് തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല. മാവ് കുറ്റിയിലേക്ക് ഇടുമ്പം ഒത്തിരി അങ്ങ് കുത്തി നിറയ്ക്കരുത്. ഒത്തിരി കുത്തി നിറയ്ക്കുമ്പോൾ നമ്മുടെ പുട്ട് ആവി കയറാൻ കുറച്ച് ലേറ്റ് ആകും. അത് മാത്രമല്ല നമ്മുടെ പുട്ട് ഹാർഡായിട്ട് മാറും. അതുകൊണ്ട് ജസ്റ്റ് വെറുതെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം എന്താ നമ്മുടെ പുട്ടുപൊടി കുറ്റിയിലേക്ക് ഫുള്ളായിട്ട് നിറച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്തും കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുവാണേ. ഇപ്പം അതാ പുട്ടുകുടത്തിൽ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ പുട്ടുകുറ്റി വെച്ച് കൊടുത്തു. ആവി വന്നതിന് ശേഷം ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പം അത് ആവി വന്നിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് ഇത് ആവി കയറട്ടെ. 3 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ പുട്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. 3 മിനിറ്റിന് ശേഷം നമുക്കിത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഞാൻ ദാ നമ്മുടെ പുട്ട് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ചൂട് പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. വെറുതെ പഞ്ചസാര ചേർത്ത് നമുക്കിത് കഴിക്കാവുന്നതേ ഉള്ളൂ. പഞ്ചസാര അല്ലെങ്കിൽ പഴം. നമ്മൾ കറി കൂട്ടി പുട്ട് കഴിക്കുമ്പോൾ കറിയുടെ ടേസ്റ്റ് അല്ലേ നമുക്ക് കിട്ടുന്നത്. ഇതിന് അതിൻ്റെ ആവശ്യമില്ല. വെറുതെ പഞ്ചസാരയോ അതും അല്ലെങ്കിൽ പഴം വെച്ചോ നമുക്കിത് സെർവ് ചെയ്യാം. ചൂടോടുകൂടി തന്നെ കഴിക്കുക. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ പാൽപുട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.